ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു ആൻഡ്രോയിഡ് ഗെയിമർ കമ്മിറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ മാനേജർ കരിയമുള്ള എപ്പിസോഡ് 2 ആണ് മച്ചന്മാരെ. അപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് മച്ചന്മാരെ. നമ്മളെ ടീമല്ല നമ്മളെ ഗെയിം ഒന്ന് ചെറുതായി മാറുന്നുണ്ട്. അപ്പം അത് മാത്രമേ പ്രശ്നമുള്ളൂ. അതായത് ഫുള്ളായിട്ട് ഞാൻ പറയാം മച്ചന്മാരെ. എൻ്റെ അനിയെ ഇന്നലെ അടുത്ത് ബാക്കി കളിച്ചു മച്ചന്മാരെ. നമ്മൾ ഇന്നലെ വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി അനിയെ അടുത്ത് കളിച്ച് ഫുള്ള് ഗോളാക്കി മച്ചന്മാരെ. അപ്പോൾ അതിൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം അത് മുതലായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പം മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളെ കോച്ചിനെ ഞാൻ പരിചയപ്പെടുത്തരാം മച്ചന്മാരെ. ഇതാണ് നമ്മളെ കോച്ച്, എഡി ഹോ എന്നാണ് കോച്ചിൻ്റെ പേര്. ഞങ്ങളിങ്ങനെ ടെസ്റ്റ് ചെയ്ത് അടിച്ചുതരാം. അപ്പം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് ആക്കിത്തരാം മച്ചന്മാരെ. അപ്പം അത് വായിച്ചോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോ എടുത്താക്കുന്നില്ല, നേരെ കളിയിലേക്ക് പോകാൻ മച്ചന്മാരെ, മാച്ചിലേക്ക് പോകാൻ മച്ചന്മാരെ. പിന്നെ മച്ചന്മാരെ നമ്മളെ ഗെയിം സൗണ്ട് കുറച്ച് കുറവായിരിക്കും. കുറച്ചൊന്നും നല്ലോണം കുറവായിരിക്കും. അത് സീനാക്കാൻ അടുത്ത എപ്പിസോഡ് മുതൽ ശരിയാക്കാം. അങ്ങനെ വെച്ചാൽ ഫസ്റ്റിൻ്റെ മാച്ചാണ്, ഗോവനെതിരാണ് ഫസ്റ്റ് മാച്ച്. അപ്പം നമുക്ക് അറിയാൻ വെച്ചാൽ ഈ കളി ജയിക്കാൻ നോക്കണം. ഫസ്റ്റ് മാച്ചിന് ജയിച്ചാൽ നല്ലതാണ്. അപ്പം നമ്മൾ ടച്ചോടെ തുടങ്ങിയാണ്. നമുക്ക് ചാൻസ് കിട്ടി മാക്സിമം ഗോൾ സ്കോർ ചെയ്ത് നോക്കണം. 18 മിനിറ്റ് നമുക്ക് ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ഐശ്വതികാരിൻ്റെ മുന്നേറ്റം. ഐശ്വതികാരി ഷോർട്ട് ടച്ചിനെയാണ് വെച്ചാൽ അത് ഗോളായിരിക്കുകയാണ്. ഫസ്റ്റ് ഗോൾ ഫോർ ഐശ്വതികാരി ഗോൾ അടിച്ച് വീണ്ടും ചാൻസ് ഇരിക്കുകയാണ്. ജോർദാൻ മുറയുടെ ഷോട്ട് ബാറിനടിച്ചു വരുന്നു. റഹീം അലി നേരെ ജോർദാൻ മുറയ്ക്ക് കൊടുക്കുന്നു. ജോർദാൻ മുറയുടെ ഗോൾ ഗൈസ്. സോറി മച്ചമ്മ, റഹീം അലിയല്ല പാസ് കൊടുത്തത്, മാറിപ്പോയതായിരുന്നു. ജോർദാൻ മുറ എന്നൊരു ഗോൾ അടിച്ചിട്ടുണ്ട്. 28 മിനിറ്റിനുള്ളിൽ 2 ഗോൾ അടിച്ചിരിക്കുകയാണ്. അപ്പം ഗോൾക്ക് ഒരു ചാൻസ് ഇട്ടിരിക്കുകയാണ്. നോവയിൽ നിന്നും ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ് നമ്മളെ പ്ലേസ്. വീണ്ടും ചാൻസ് നോവ ആരാ ഗോൾ അടിച്ചെന്ന് കണ്ടില്ല വെച്ചവനെ, സോറി. കമൻട്രി കുറച്ച് ലേറ്റാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട് വെച്ചവനെ. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് പോകാം. നമ്മൾ കുറച്ച് നമ്മളെ ഒരു പ്ലെയറിനെ യെല്ലോ കാർഡ് ഇട്ടിരിക്കുകയാണ്. നമ്മളല്ല, അവരൊരു പ്ലെയറിനെ യെല്ലോ കാർഡ് ഇട്ടിരിക്കുകയാണ്. സോറി, 80 മിനിറ്റ് ആയിരിക്കുകയാണ്. വീണ്ടും അവർക്ക് ഒരു ചാൻസ് ചെയ്താൽ ഗോൾ സമനിലയിൽ പിടിയും. വാട്ട ഡിഫെൻഡിങ്, നല്ലൊരു ഡിഫെൻഡിങ് ആണത്. ആരും ഷോട്ട് എടുത്തത് കണ്ടില്ല ചമനെ. വീണ്ടും നമുക്ക് ചാൻസ്. 90 മിനിറ്റിൽ അവർക്ക് വീണ്ടും ഒരു ചാൻസ്. മുഹമ്മദ് ആരെന്ന് മനസ്സിലാവുന്നില്ല വെച്ചവനെ. എന്തായാലും നമുക്ക് കളി വെച്ചിട്ടുണ്ട്. ഐശ്വതികാരിയാണ് മാൻ ഓഫ് ദ മാച്ച്. അപ്പം നമുക്ക് അടുത്ത കളിയിലേക്ക് പോകാൻ വെച്ചവനെ. ഈ കളി എന്തായാലും ജയിച്ച് 3 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഇനി അടുത്ത കളിയിലേക്ക് പോകാൻ വെച്ചവനെ. ബാക്കിയുള്ള ടീംസൊക്കെ ജയിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ നിലവിൽ 5ാം സ്ഥാനത്താണ് ഉള്ളത് വെച്ചവനെ. ലോണ് ട്രാൻസ്ഫറിന് ഇതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് വെച്ചവനെ. പിന്നെ നേരെ അടുത്ത കളിയിലേക്ക് പോകാൻ വെച്ചവനെ. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മച്ചമ്മനെ ഗോവനൊരു ഗോൾ അടിച്ച് നമ്മളെ സന്ദേശ് സിംഗിനാണ് ബാക്കാന്ന് വന്നൊരു ഗോൾ അടിച്ച് നല്ല കോംപ്ലീറ്റ് ഉണ്ട് വെച്ചവനെ. ഇനി നമുക്ക് കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ടീമിന് വരുത്താനുള്ള സബ്ബിനുള്ള മുഹമ്മദ് റഫീഖിന് ആരെ പകരം മാറ്റണം എന്നറിയുന്നില്ല. ആയിഷദിനെ മാറ്റി പിന്നെ ആരെ വെക്കുമെന്ന് ഇങ്ങനെ ഡൗട്ടിലാണ് വെച്ചമാരെ. സബ് നമുക്കൊന്ന് മാറ്റണമെന്ന് വെച്ചമാരെ. നോക്കും, കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ളവരെ വെച്ചിട്ടാണോ നമുക്ക് കളിക്കേണ്ടത് വെച്ചവരെ നോക്കാനാണ്. മുഹമ്മദ് റഫീഖിനെ ഇട്ടിട്ടുണ്ട് വെച്ചവരെ. അപ്പം ഇനി ആരെ മാറ്റണം വെച്ചാൽ നമ്മളെ ബാക്ക് കുറച്ച് കട്ടാക്കണം. 2 ഒരേപോലെ കളിക്കുന്ന പ്ലെയറിനെ വെച്ചിട്ടാക്കണം വെച്ചവനെ. പണം മാറ്റി കഴിഞ്ഞ് ഞാൻ വരാൻ വെച്ചവരെ. അപ്പം മച്ചമ്മ അടുത്ത മാച്ചായിരിക്കുകയാണ്. ATK മുഹമ്മദ് അലിനോടാണ് മാച്ച്.
എന്തായാലും തോക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തോക്കാതെ നോക്കണം മച്ചമ്മ. അവർ നല്ലൊരു ടീമാണ്. ദ ലീഗ് ദ ബെസ്റ്റ് ടീം ആണ് അവർ. നമുക്ക് ചാൻസ് ഇട്ടിരിക്കുന്ന 4 മിനിറ്റിൽ ജോർദൻ മുറ ഒരു ഫേക്ക് ഇട്ടിരിക്കണം. വാട്ടർ ഫേക്ക്. ജോർദൻ മുറ മുന്നോട്ട്. ജോർദൻ മുറ ഒരു ഷോട്ട് ഒതുക്കുന്നത് ഗോളായിരിക്കണം മച്ചവനെ. 4 മിനിറ്റിൽ തന്നെ ഗോൾ അടിച്ചിരിക്കണം ജോർദൻ മുറ. അപ്പം നിങ്ങൾ ലൈക്ക് അടിക്കും മച്ചവനെ ജോർദൻ മുറയ്ക്ക് വേണ്ടി. അപ്പം 4 മിനിറ്റിൽ ലീഡ് എടുത്തിരിക്കുകയാണ്. 8 മിനിറ്റ് അവർക്ക് ചാൻസ്. വീണ്ടും അവർക്ക് നല്ല ചാൻസ് ഇട്ടിരിക്കുകയാണ്. നല്ല ഷോട്ട്. അത് ഗോൾ കീപ്പർ സേവ് ചെയ്തിരിക്കുകയാണ്. കയ്യിലൊതുക്കുകയാണ്. നോക്കാൻ മച്ചവനെ. പിന്നെ 20 മിനിറ്റ് അതിലവർക്ക് ചാൻസ്. സഹൽ അബ്ദുസമദിൻ്റെ ക്രോസ്. ജേസൺ ആരാന്ന് അടിച്ചെന്ന് കണ്ടില്ല വെച്ചവനെ. 1 മിനിറ്റ് വെച്ചവൻ ആരാന്ന് അടിച്ചവന്നില്ല. നല്ലൊരിതായിരുന്നു. വീണ്ടും അവരുടെ ഭാഗത്തുനിന്ന് ഷോട്ട്. നമുക്ക് അവർക്ക് വീണ്ടും ഒരു ചാൻസാണ് വെച്ചവനെ കിട്ടിയിരിക്കുന്നത്. ഐഷായി വീണ്ടും സിദ്ദീഖിൻ്റെ 2 ഗോളാണ് വെച്ചവനെ. സിദ്ദീഖ് 2 ഗോൾ ഇട്ടിരിക്കുകയാണ്. അഹ്മാഡോ സിദ്ദീഖ് അഹ്മാഡോ സാധിക്കുന്നതെന്ന് വെച്ചാൽ നല്ല ഷോട്ടാണ് ജേസൻ്റെ. അത് ഗോൾ മികച്ച് സേവ് ചെയ്തു. സെക്കൻഡ് ഹാഫ് ആയിരിക്കുകയാണ് വെച്ചവനെ. അപ്പം വീണ്ടും നമുക്ക് ചാൻസ് ഇട്ടിരിക്കുകയാണ്. സമനില പിടിക്കാൻ ചാൻസ് മിസ്സാക്കി. റെയ്മലി ബോൾ കൺട്രോൾ ചെയ്യുന്നു. നേരെ ജോർദൻ മുറ ഈസ് ഫിനിഷ്. വാട്ട് എ ഗോൾ മച്ചവനെ. ജോർദൻ മുറ റെയ്മലിൻ്റെ മികച്ചൊരു ബോൾ കൺട്രോളിങ് പാസ്സാണ് അവിടെ. 66 മിനിറ്റ് അവർക്ക് വീണ്ടും ഒരു ചാൻസ്. വീണ്ടും മൻവീർ സിംഗ്. ജേസൺ ബോൾ എടുത്തിരിക്കുകയാണ്. വീണ്ടും അവർക്ക് തുടരെ അറ്റാക്കാണ് വെച്ചവനാണ്. വീണ്ടും നമുക്കൊരു ചാൻസ് ഇട്ടിരിക്കുകയാണ് 72 മിനിറ്റിൽ. ജോർദൻ മുറ ഷോട്ട് എടുത്തിരിക്കുകയാണ്. ഗോളായിരിക്കണം വെച്ചവൻ. ജോർദൻ മുറ ഈസ് ഹാട്രിക് എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാൻ വെച്ചവനെ. ലീഡിൽ തന്നെ കളിക്ക് വീണ്ടും അവർക്ക് ചാൻസ് 81 മിനിറ്റിൽ. എന്തോ ഭാഗ്യമുണ്ട് വെച്ചവനെ. അവിടെ നിന്ന് ഷൂട്ട് വെച്ചുകൊണ്ട് 90 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജോർദൻ മുറ ഹാട്രിക് അടിച്ചുകൊണ്ട് കളി ജയിപ്പിച്ചിരിക്കുകയാണ് വെച്ചമ്മനെ. ഹേറ്റിംഗ് തന്നെ തീർത്തിരിക്കുകയാണ് വെച്ചമ്മനെ. അപ്പോൾ ഇനി ഇതാണ് ബാക്കിയുള്ള ടീമിന്. നമ്മളിപ്പോൾ 3ാം സ്ഥാനം എത്തിയിട്ടുണ്ട് വെച്ചവനെ. അത് 1ാം സ്ഥാനം ആക്കണം ഈ എപ്പിസോഡ് കഴിയുമ്പോൾ. നോക്കാൻ വെച്ചമ്മനെ. ഇനി നേരെ അടുത്ത കളിയിലേക്ക് പോകുമ്പോൾ വെച്ചാൽ അടുത്ത കളി ജംഷഡ്പൂരിനെതിരെയാണ്. ഇതേ ഫോർമേഷൻ, ഇതേ കളി, ഒരു മാറ്റമുണ്ട്. നല്ല കളിയായിരുന്നു. അപ്പം കളി സ്റ്റാർട്ടാക്കുമ്പോഴാണ് വെച്ചാൽ കളി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ചാൻസ് കിട്ടുന്നുണ്ട്. വെയിറ്റ് ചെയ്യാൻ വെച്ചവരെ. നമുക്കൊരു ചാൻസ് ഇട്ടിരിക്കുകയാണ്. ജോർദൻ മുറ ഈസ് കില്ലർ. വാട്ട് എ ഗോൾ മച്ചവനെ. ജോർദൻ മുറ മോർ ഗെയിംസ് ഗോളാണ്. കളിച്ച എല്ലാ കളിയും ഗോൾ അടിച്ചു തോന്നുന്നു. മച്ചമ്മന് ജംഷഡ്പൂരിന് ചാൻസ് ഇട്ടിരിക്കുകയാണ്. ഷോട്ട്. അത് ഗോളടിക്കണം. ചങ്കുവ എന്ന് പറയുന്ന പ്ലെയർ അതൊന്ന്. വീണ്ടും അവർക്ക് ചാൻസ് ഇട്ടിരിക്കുകയാണ് മച്ചമ്മനെ. നേരത്തെ പിടിച്ച പ്ലെയറിന് സീന കുറച്ച് നല്ലൊരു ടാക്ലിങ്. വാട്ടർ ടാക്ലിങ്. അത് ആരായാലും ശരി വേറെ ലെവല്. കൃത്യസമയത്ത് ഒന്ന് ടാക്കിൾ ചെയ്തിരിക്കുകയാണ് മച്ചവനെ. വീണ്ടും നമുക്കൊരു ചാൻസ്. അവർക്കൊരു ചാൻസ് വെച്ചവനെ. വീണ്ടും ആ പ്ലെയർ പുറത്തേക്ക് അടിച്ചൊന്ന് രക്ഷപ്പെട്ടു. ആ പ്ലെയർ സീനാണ് വെച്ചവനെ. അപ്പം വീണ്ടും ആകാശ് മിശ്രയുടെ നല്ലൊരു ക്ലിയറൻസ്. ജംഷഡ്പൂർ തുടരെ അറ്റാക്കാണ് വെച്ചവനെ. എന്തോ ഭാഗ്യമുണ്ട്. നേരെ ഒന്ന് പോസ്റ്റിലേക്ക് പോകുന്നല്ലാതെ ഗോളാവുന്നില്ല. സെക്കൻഡ് ഹാഫ് ആയിട്ട് നമുക്ക് ഒറ്റ ചാൻസ് കിട്ടി അത് സ്കോർ ചെയ്തിരിക്കുകയാണ് വെച്ചവനെ. കുറേ ചാൻസ് ഇട്ട് സ്കോർ പോലും ചെയ്യാൻ കഴിയുന്നില്ല. 1-1. വീണ്ടും റയാൻ ഡുവിൻ ജോർദൻ മുറ ബോൾ എടുത്ത് പോവുകയാണ്. ജോർദൻ മുറയ്ക്ക് ചാൻസ്. ജോർദൻ മുറ ഗോൾ അടിച്ചിരിക്കുകയാണ്. നല്ല കൺട്രോളിങ് ആണ്.
അപ്പം 2-1 2 ചാൻസ് മുതലാക്കി ചെന്നൈ. 80-ാം മിനിറ്റ് ആയിരിക്കണം മച്ചന്മാരെ. വീണ്ടും നമുക്കൊരു ചാൻസാണ് കിട്ടിയിരിക്കുന്നത്. റഹീം അലീൻ്റെ ഒരു ഔട്ട് സൈഡ് ഫ്രീ ആയി കിട്ടിയ പോസ്റ്റിൽ ജോർദൻ മകൾ ഗോൾ അടിച്ചിരിക്കുകയാണ്. പക്ഷെ ഫ്രീ ആയി കിട്ടിയത് നോക്കൂ, റഹീം അലീൻ്റെ നല്ല ഔട്ട് സൈഡ് റണ്ണിങ്ങിൽ ക്രോസ് ഇട്ട് ജോർദൻ മകൾ ഫ്രീ, ഗോൾ വരെയില്ല, ഈസി ഫിനിഷിങ്. കളി കഴിഞ്ഞിരിക്കുകയാണ് വെച്ചവന്. 3 ഗോൾ അടിച്ച് ജോർദൻ മകൾ വീണ്ടും ഹാട്രിക്. ഇപ്പം 2ാം സ്ഥാനമായിരിക്കുകയാണ്. 1ാം സ്ഥാനമാണ് നോക്കുക വെച്ചവന് കേരള ബ്ലാസ്റ്റേഴ്സാണ്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ടിരിക്കുന്നത്. അടുത്ത ടഫ് മാച്ചാണ് വെച്ചവന് ഒഡീഷനെതിരെയാണ് കളി വരുന്നത്. എന്തായാലും നമ്മൾ ജയിക്കുന്ന പറഞ്ഞൊക്കെയാണ് മച്ചമ്മനെ. ഇതെന്തായാലും ജയിക്കും. നമുക്ക് നേരെ കളിയിലേക്ക് പോകാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അവരെ മുട്ടോടെ തുടങ്ങുന്നതാണ് വെച്ചാൽ നമുക്ക് നോക്കാം. ഒഡീഷയ്ക്ക് 7-ാം മിനിറ്റ് ചാൻസാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ 3 പ്ലേയേഴ്സൊക്കെ പൂട്ടാൻ പോകുന്നവരെ വെറുതെ 2-3 സ്ലൈഡ് ഉണ്ടാക്കി വേസ്റ്റായി. അങ്ങനെ അവർ ഗോൾ അടിച്ചിട്ട് നേരെ ഗോളിനെ കയ്യിലേക്ക് ഇട്ട് കൊടുത്താണ്. നമുക്കൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് വെച്ചവന്. 25-ാം മിനിറ്റിൽ റയാൻ നടുവിൻ്റെ ഒരു വീക്ക് ഫുഡ് ഷോട്ടാണ് വെച്ചവന്. വീണ്ടും ഒഡീഷയ്ക്ക് ചാൻസ് ഇട്ടിരിക്കുകയാണ്. നല്ലൊരു ഗോൾഡൻ സേവ് എന്ന് പറയാൻ പറ്റില്ല. ബാക്കിൽ ഗോളിയും സേവ് ചെയ്യാൻ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഗോൾഡൻ സേവായി കണക്കുണ്ട്. വീണ്ടും നമുക്ക് ചാൻസ് ഇട്ടിരിക്കുകയാണ് വെച്ചവന്. ജോർദൻ മൊറൈസ് 1-1 സിറ്റുവേഷൻ. ജോർദൻ മൊറൈസ് ഈസി ഫിനിഷിങ്. ജോർദൻ മൊറൈസ് എത്ര ഗോൾ അടിച്ച് കൂട്ടുന്നു നോക്കും വെച്ചവന്. കളിച്ച എല്ലാ കളിയും, ലാസ്റ്റ് കളിച്ച 2 കളിയിൽ ഹാട്രിക്. വാട്ട് എ പ്ലെയർ മാൻ. വീണ്ടും ഒഡീഷയ്ക്ക് ചാൻസ് ഇട്ടിരിക്കുകയാണ്. ഒഡീഷയ്ക്ക് നല്ല ചാൻസ്. ഗോളി സേവ് വീണ്ടും അവരടിച്ചിരിക്കുകയാണ് വെച്ചവന്. ഓൺ ഗോളാണ്. അത് ആരടിച്ചെന്നറിയില്ല വെച്ചവന്. ഓൺ ഗോളാണ് അത് പോയത്. ആകാശ് മിശ്ര ആയിഷധികാരിയിൽ നിന്നും ബോണസ് ആയിരിക്കണം വെച്ചവന്. എന്തായാലും 1-1 സമനിലയിലാണ്. നമ്മൾ തന്നെ അടിച്ചു കൊടുത്തതാണ് ഒരു ഓൺ ഗോൾ. വീണ്ടും അവർ നല്ല അറ്റാക്കിങ് തുടക്കം. നമ്മൾ കുറേ ലാസ്റ്റ് സ്ലൈഡിൻ്റെ അതും പോയി. സ്ലൈഡിൻ്റെ നടത്തി വെച്ചാൽ പിന്നെ സ്ലൈഡിൻ്റെ നടത്താൻ നമുക്ക് കഴിയില്ല. വീണ്ടും അവർക്ക് ചാൻസ്. എത്ര ചാൻസ് എന്നിട്ട് ഒരു ഗോൾ അടിക്കുന്നില്ല വെച്ചവൻ അവർ. വീണ്ടും നമുക്കൊരു ചാൻസ് ചെയ്യണം. ഇതിൽ എന്തായാലും മുതലാക്കണം. ജോർദൻ മുറ ഈസ് ഫിനിഷിങ്. ജോർദൻ മുറ ഗോളാണ് വെച്ചവന്. ജോർദൻ മുറക്ക് പോസ്റ്റിന് ഏത് മൂലക്കുന്ന കിട്ടിയാലും ഷുവർ ഗോൾ എന്നിപ്പോൾ പറയാം. 57-ാം മിനിറ്റായിട്ട് 1 ഗോളിന് ലീഡിനാണ് വെച്ചവന്. നമുക്ക് നോക്കാം ഇത് എത്ര വരെ പിടിച്ചേക്കുന്നായിരുന്നു. ഒരു ചാൻസ് കൂടി കിട്ടിയ 3-ആക്കായിരുന്നു വെച്ചവന്. അവസാന നിമിഷം അവർക്കൊരു ചാൻസ് വെച്ചവന്. സ്ലൈഡിലേക്ക് വേസ്റ്റ്. അവർ നല്ലൊരു കട്ട് ബാക്കാണ്. പോസ്റ്റ് അത്ര മുമ്പിലുണ്ടായിട്ട് ഗോളാണ് വെച്ചവന്. അവരങ്ങനെ ഗോളടിച്ചിരിക്കുകയാണ്. സമനിലയാണ് വെച്ചവന്. എന്തായാലും ജോർദൻ മുറ തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. 2 ഗോൾ അടിച്ചിരിക്കുകയാണ്. ഇതാണ് ബാക്കി ഷെഡ്യൂൾ. മറ്റവന് നമ്മൾ ജയിച്ചിരിക്കുകയാണ്. കേരളം മുംബൈനെതിരെ തോറ്റുകൊണ്ട് നമ്മൾ ടേബിൾ പോയിന്റിന് 1ാം സ്ഥാനം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ വെച്ചവന് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ എഡിറ്റിങ്ങിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാൻ വെച്ചാൽ ബൈ ബൈ.